ചേച്ചി വല്ലുകുഞ്ഞ വിളിക്കുന്നേ. ചേച്ചി വല്ലുകുഞ്ഞിനോട് സംസാരിക്കേ ചേച്ചി. എന്തോ ഇത്ര ആലോചിക്കാൻ? വേണ്ട അനിയൻകുട്ടാ, നീ ആ ഫോൺ കട്ട് ചെയ്ത് എടുത്തെടുത്തേന്ന് വെച്ചേക്ക്. അയ്യോ ചേച്ചി ഇപ്പൊ കട്ടും. സംസാരിക്കേ ചേച്ചി, വല്ലുകുഞ്ഞല്ലേ. പാവം നമ്മൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കായിരിക്കും. സംസാരിക്കേ. വേണ്ട അനിയൻകുട്ടാ, ഞാൻ ഫോൺ ചെയ്തെന്ന് അങ്ങനെ അച്ഛൻ അറിഞ്ഞാ സ്വയം കഴുത്തറുത്ത് എല്ലാം അവസാനിപ്പിക്കും. എനിക്കെന്റെ അച്ഛനെ വേണം. സംസാരിക്കണ്ട. ചേച്ചി വല്ലുകുഞ്ഞ വീണ്ടും വിളിക്കുന്നേ. എടുക്ക് ചേച്ചി പ്ലീസ്. അച്ഛനൊന്നും ഇത് അറിയില്ല. അറിഞ്ഞാലും ഞാൻ സംസാരിച്ചോളാം. എന്ത് വന്നാലും ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ചേച്ചി സംസാരിക്കേ ചേച്ചി. എന്ത് പറ്റി മച്ചു? എടുക്കുന്നില്ലേ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് തോന്നുന്നു, മനഃപൂർവ്വമായിട്ട്. ചേച്ചിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ചേച്ചി എന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തേ? സ്വിച്ച് ഓഫ് ചെയ്തത് അത് എന്റെ അച്ഛൻ എനിക്ക് ജീവനോടെ കാണണം. അതാ ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തത്. അപ്പൊ ഇനി ഒരിക്കലും ചേച്ചി വല്യുകുഞ്ഞിനോട് സംസാരിക്കില്ലേ? അച്ഛൻ കാണിച്ചിരുന്നതിനും കല്യാണം കഴിച്ച് ജീവിക്കാനാണോ തീരുമാനം? കല്യാണോ? എനിക്കോ? ഈ കഴുത്തിൽ വീഴാൻ പോകുന്നത് താലിച്ചരടല്ല, അതിനു മുമ്പേ കൊലക്കയറാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. കല്യാണോ? എനിക്കോ? ഈ കഴുത്തിൽ വീഴാൻ പോകുന്നത് താലിച്ചരടല്ല, അതിനു മുമ്പേ കൊലക്കയറാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. എനിക്കെല്ലാം നഷ്ടപ്പെടുമെന്ന ഇപ്പോഴെന്റെ സംശയം. കല്യാണി വീട് വിട്ട് പോയതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ടെൻഡർ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്ത് നോൺസെൻസ് ആണെന്താ ഈ പറയുന്നത്? ബിസിനസ്സും കല്യാണിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കല്യാണി വരുന്നതിന് മുമ്പേ നീ എത്രയോ ബിസിനസ്സുകളാണ് ചെയ്തിരിക്കുന്നത്, എത്രയോ കോടികൾ ലാഭം കൊയ്തിരിക്കുന്നു. കല്യാണി ഇന്നലെയല്ലേ വന്നത്? അപ്പൊ എല്ലാം കല്യാണിയുടെ ഭാഗ്യമാണെന്ന് പറയുന്നത് ലോക വിഡ്ഢിത്തമാണ്. നിന്റെ ടെൻഷൻ കാണുമ്പോ എന്റെ തല പെരുക്കുക. ഒരു സിഗരറ്റ് വലിക്കാനുള്ള ടെംപ്റ്റേഷൻ. ഏതായാലും ഇപ്പൊ എനിക്കൊരു സംശയം.
ഇനി നിനക്കൊരിക്കലും കല്യാണിയെ കാണാൻ പറ്റില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഐ എം സോറി മച്ചു. ഇതുവരെ നാട്ടിലെത്തിയില്ലല്ലേ? ആ ശരി, എത്തിയാലേ ചേട്ടൻ ഈ നമ്പറിലൊന്ന് വിളിച്ചു പറയണേ. ഏത് സമയമായാലും കുഴപ്പമില്ല. ഇല്ലില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ദാസേട്ടനെ ഇവിടുന്ന് പുറപ്പെട്ടിരുന്നു, അവിടെ എത്തിയോന്നറിയാൻ വിളിച്ചതാ. ഓ ശരി ശരി, ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഓക്കെ അമ്മ, ദാസേട്ടൻ ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. നാട്ടിലേക്കല്ലാതെ ഈ ദാസ് വേറെ എവിടെ പോയതാണിപ്പോ? എന്തൊക്കെ ഇയാളെ കാണിച്ചു കൂട്ടുന്നു? ആനന്ദെത്തി. എന്തു പറ്റി ആനന്ദേ? ദാസേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്കിവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അമ്മേ. എന്ന് പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, കല്യാണിയെ ഞാൻ നേരിട്ട് കണ്ടു. കുറച്ച് അകലെയാ. ബ്രോയെ കല്യാണി കണ്ടോ? എന്നിട്ട്? കണ്ടു, കുറച്ച് ദൂര വ്യത്യാസത്തില്. പക്ഷേ കല്യാണി എന്നോട് സംസാരിക്കാൻ പോലും നിന്നില്ല. എന്നെ കണ്ടതും താല്പര്യമില്ലാത്തതുപോലെ അനിയൻകുട്ടനെ കൊണ്ട് മറിഞ്ഞു കളഞ്ഞു. സന്തോഷം, രണ്ടും കൂടെ ചേർന്നൊരു ഡ്യുവറ്റ് പാടിയില്ലല്ലോ. ഒരു ദിവസം കൊണ്ട് എവിടെയോ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. അല്ലെങ്കിൽ എന്നെ കണ്ട ഉടനെ അനിയൻകുട്ടനെ കൂട്ടി മറിഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് വലിയ അതിശയാണല്ലോ. ബ്രോ കല്യാണി കണ്ടു വിളിച്ചിട്ട് അവള് നിൽക്കാതെ പോയെങ്കിൽ എനിക്കിത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. പിന്നീട് ഞാൻ ഫോണിൽ ദാസേട്ടനെ വിളിച്ചു. കുറെ റിങ് ചെയ്തതാ, പക്ഷേ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. അതൊരു പക്ഷേ ഇവിടെ ആരോടും ഒരു വാക്കുപോലും പറയാതെ പോയതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും. ഓ കഷ്ടം തന്നെ. ഒരു ഡ്രൈവറും പാചകക്കാരിയും പോയതാണോ ഇവിടെ ഇത്രയും വലിയ വിഷയം? എപ്പോ നോക്കിയാലും അതിനെ പറ്റിയുള്ള ചർച്ചയാണല്ലോ. ഭയങ്കര ബോറായിട്ടുണ്ട്. ചേച്ചി നോക്കണ്ട, ഇവിടെ ഇതിനേക്കാൾ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. സിംഗപ്പൂരിൽ പോയി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങി വന്ന ആനന്ദ് കൃഷ്ണന് ബിസിനസ്സിൽ വൻ തിരിച്ചടി കിട്ടി. നാളത്തെ പത്രവാർത്തയാ ഞാൻ ഈ പറയുന്നത്. വിലാസിനി, നീ ബോധത്തോടെ തന്നെയാണോ സംസാരിക്കുന്നത്? ആ, ഞാൻ നല്ല ബോധത്തോടെ തന്നെയാ ചേച്ചി സംസാരിക്കുന്നത്. എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ആ ദേ ഇരിക്കുന്നു, ആനന്ദിനോട് തന്നെ ചോദിക്കേ, ആനന്ദ് പറയും കാര്യങ്ങള്. ആനന്ദ്, എന്താ വിലാസിനി വിളിച്ചു പറയുന്നത്? അച്ഛാ, അത് വാട്ട്സ് ഹാപ്പനിങ്? എന്തു പറ്റി ആനന്ദ്? നിന്റെ മുഖത്ത് ഇങ്ങനൊരു നിരാശ ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലല്ലോ. അതമ്മേ, ഞാൻ പറയാം. ഈ നാരെ കണി കണ്ടതാണെങ്കിലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് 180 കോടിയുടെ നഷ്ടം വന്നിരിക്കുന്നു. 180 കോടി. ആനന്ദ്, എന്താ ഇത്? വിലാസിനി വിളിച്ചു പറയുന്നത് ശരിയാണോ?
കമ്പനിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഇത്രയും കോടിയുടെ നഷ്ടം ഉണ്ടായത്? അതെ അമ്മേ, ടെക്സ്റ്റൈൽ ടെൻഡർ നമ്മുടെ കൈവിട്ടു പോയി. ആനന്ദ് കൃഷ്ണൻ ബിസിനസ്സിൽ ആദ്യമായി തോറ്റിരിക്കുന്നു. നോ, ഹൗ ഇസ് ദിസ് പോസിബിൾ? ഇതെങ്ങനെ സംഭവിക്കും? കഴിഞ്ഞ 25 കൊല്ലമായി ടെക്സ്റ്റൈൽ ടെൻഡർ നമുക്കായിരുന്നു, ഒരു ചാലഞ്ചും ഇല്ലാതെ. അതെങ്ങനെ കൈവിട്ടു പോയി എന്ന് എനിക്കറിയണം. ആരാ നമ്മളെ തോൽപ്പിച്ച ടെൻഡർ പിടിച്ചത്? ഏത് കമ്പനി? ആരാ അതിന്റെ ഉടമസ്ഥൻ? ആനന്ദ് മോനെ, തോറ്റതൊരു പെണ്ണിനോടാണെന്ന് എല്ലാവരോടും പറയാൻ ആനന്ദിന് ലജ്ജ കാണും. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം, ആ ടെൻഡർ പിടിച്ച് നമ്മുടെ കമ്പനിക്ക് ഇത്രയും കോടിയുടെ നഷ്ടം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, തൃച്ചംബരത്തിന്റെ ആജന്മ ശത്രുവായ നാഗമഠത്തില്ലത്തെ പ്രിയങ്ക വർമ്മ. ആ പ്രിയങ്ക പകരം വീട്ടിൽ തുടങ്ങി ചേച്ചി. തൃച്ചംബരം നശിച്ച് നാറാണക്കല്ല് പിഴുതാലേ ഇനി അവൾ അടങ്ങും. സ്റ്റോപ്പ് ഇറ്റ്. No. Now, immediately. Yes. Just do it. സോറി അമ്മേ, ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം. ഇനി ഇത് ആവർത്തിക്കില്ല. ആവർത്തിച്ച പിന്നെ ആനന്ദം ഉണ്ടാവില്ല ഈ ബിസിനസ് രംഗത്ത്. No. Just relax. ബിസിനസ് എന്നൊരു കടല് പോലെയാ. ചിലപ്പോ വേലിയേറ്റുണ്ടാവും, ചിലപ്പോ ഇറക്കൂ. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. അത് മനസ്സിലാക്കിയ പിന്നെ എല്ലാം കൂൾക്കൂളാ. 180 കോടിയല്ല, ഈ ആസ്തി മുഴുവൻ പോയാലും ഞാനത് പ്രശ്നമാക്കില്ല. പകരം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കാൻ പാടില്ല എന്ന് മാത്രം. അത് സഹിക്കില്ലേ അമ്മ? നോക്ക്, തോൽവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നാൽ പിന്നെ ജയിക്കാനേ പറ്റിയെന്ന് വരില്ല ഒരാൾക്കും. എതിരാളിക്ക് എങ്ങനെ ജയിക്കാൻ പറ്റിയെന്നതിനെ കുറിച്ച് വേണം ഇപ്പൊ ചിന്തിക്കാൻ. ഞാൻ ചിന്തിച്ചതാ ആ പ്രിയങ്കയ്ക്ക് ആ ടെൻഡർ എങ്ങനെ കിട്ടിയെന്ന്. അതിന്റെ ഉത്തരം ഇപ്പം നിനക്ക് മനസ്സിലാവും. മാഡം, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം പറയാം. പറയണം. എന്താ സംഭവിച്ചതെന്ന് ഒളിച്ചു വെക്കാതെ. മറിച്ച് സംഭവിച്ചാൽ അറിയാലോ എന്നെ. ഒരു ഫോൺ കോളിൽ നിന്നെ ഇവിടെ എത്തിച്ച് എനിക്ക് മറ്റൊരു ഫോൺ കോളിൽ ജയിലിലാക്കാനും പറ്റും. പറയാം മാഡം, ഞാൻ എല്ലാം പറയാം.
എല്ലാം നിനക്ക് എത്തിക്സ് ആണ് പ്രധാനം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനോട് വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നാണെങ്കിൽ നിന്റെ കുടുംബത്തെ അങ്ങ് മറക്കാൻ നിനക്ക്. നിന്റെ അച്ഛനും അമ്മയും അനിയനും ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടുവെന്ന് നിനക്ക് ടെൻഡർ തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ വന്നോളൂ. എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്. ഞാൻ എമൗണ്ട് പറയാം. വെരി ഗുഡ്. അപ്പം നിനക്ക് ബുദ്ധിയുണ്ട്. പ്ലീസ് മാഡം, ഒരു തവണ അബദ്ധം പറ്റിപ്പോയി. മാഡം എന്നോട് ക്ഷമിക്കണം. സോറി. മുന്നിൽ നിന്ന് കൊല്ലാൻ വരുന്നവരോട് ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷേ പിന്നിൽ കഠാര ഒളിപ്പിച്ച് കൂടെ നിന്ന് ചതിക്കുന്നവരോട് ഒരിക്കലും ക്ഷമിക്കില്ല ഈ അഖിലാണ്ടേശ്വരി. ആനന്ദേ, അമ്മേ, 5-10 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കൊടുത്ത് ഇവളെ ജോലിയിൽ നിന്ന് ഇന്ന് തന്നെ പിരിച്ചുവിടണം. മാഡം പ്ലീസ്, ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കും മാഡം. പ്ലീസ് മാഡം, പ്ലീസ്. കൊണ്ടുപോ ഇവളെ. മാഡം, ടെൻഡർ വിഷയം മറന്നേക്ക്. ഇപ്പൊ നീ പോയി അല്പനേരം റെസ്റ്റ് എടുക്ക്. പ്രിയങ്കയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് നാഗമഠത്തിലവും തൃച്ചംബരവും തമ്മിലുള്ള യുദ്ധമാണ്. അഖിലാണ്ടേശ്വരി എന്നെ പ്രതീക്ഷിച്ച നിമിഷം ഇറ്റ്സ് മൈ ഗെയിം ബോയ്, മൈ ഓൺ ഗെയിം. ഞാൻ കളിച്ചു തുടങ്ങാം. ഇത് ഞാൻ വേണം കളിച്ചു തുടങ്ങാൻ, ഞാൻ മാത്രം. കൺഗ്രാറ്റ്സ് പ്രിയങ്ക. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഞങ്ങളാരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് പ്രിയങ്ക ഇപ്പൊ സാധിച്ചത്. സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങി വന്ന ആനന്ദ് കൃഷ്ണന് കനത്ത തിരിച്ചടിയായിപ്പോയി. ഈ വിജയം തുടർന്ന് ലഭിക്കാൻ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അടുത്ത കൊല്ലത്തെ ബിസിനസ് അവാർഡും പ്രിയങ്ക മാഡത്തിന് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. താങ്ക്സ്. 25 കൊല്ലങ്ങളായി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് കിട്ടിക്കൊണ്ടിരുന്ന ടെൻഡർ പിടിച്ചെടുത്തത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. താങ്ക്സ് എ ലോട്ട്. എന്റെ ഈ വിജയാഘോഷത്തിൽ പങ്കുചേരാനും ആശംസകൾ അറിയിക്കാൻ വേണ്ടി എത്തിയവർക്കുമെല്ലാം മനസ്സ് നിറഞ്ഞ നന്ദിയുണ്ട്. അതിലേറെ സന്തോഷം
എന്റെ വിജയം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതാ. എന്നും നിങ്ങളെല്ലാം എന്റെ കമ്പനിക്ക് സപ്പോർട്ടായി കൂടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ വിജയം ഒരു തുടക്കം മാത്രമാ. വിജയങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. താങ്ക് യു. പ്രിയങ്ക,